Hello everyone, welcome to today's session. Here we have a new poem, Some Advice to Those Who Will Serve Time in Prison, written by Nizim Hikmat. It is included in the second part of your appreciating poetry, that is world poetry, in your second semester. Okay, let's start. Let's familiarize about the author Nizim Hikmat. He was born in 1902 and died in 1963. He was a Turkish poet, not the point, he was a Turkish poet. Acclaimed as first modern Turkish poet. First modern Turkish poet ആയിട്ട് അദ്ദേഹത്തെ അക്ലെയിം ചെയ്യുന്നുണ്ട്. ബോൺ ഇൻ സൊലോണിക്ക, അദ്ദേഹം ജനിച്ചത് സൊളോണിക്കയിലാണ്. ഹി വാസ് എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ ചരിത്രം അറിയുന്നവർക്കറിയാം, ഓട്ടോമൻ എംപയറിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചത്. ഹിസ് ഗ്രാൻഡ് വാസ് എ പോയറ്റ് ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ വാസ് ആൻ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പോയറ്റ് ആയിരുന്നു, അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് മദർ ഒരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. ഹി ഓൾസോ വർക്ക്ഡ് ആസ് പ്രൂഫ് റീഡർ, ജേർണലിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ. അദ്ദേഹം പ്രൂഫ് റീഡറായിട്ടും ജേർണലിസ്റ്റായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ട്രാൻസ്ലേറ്ററായിട്ടും വർക്ക് ചെയ്തു. He was the first Turkish poet to conquer the hearts of most common people. ഇദ്ദേഹമാണ് ആദ്യത്തെ ടർക്കിഷ് പോയറ്റ് കീഴടക്കിയ ദ ഹാർട്ട് ഓഫ് മോസ്റ്റ് കോമൺ പീപ്പിൾ. സാധാരണക്കാരൻ്റെ രീതിയിൽ കവിത എഴുതി സാധാരണക്കാരൻ്റെ മനസ്സ് കീഴടക്കിയ ഫസ്റ്റ് ടർക്കിഷ് പോയറ്റായിട്ട് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. സം ഓഫ് ഹിസ് സിഗ്നിഫിക്കൻറ്റ് വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വർക്കുകൾ: ഹ്യൂമൻ ലാൻഡ്സ്കേപ്പ് ഫ്രം മൈ കൺട്രി, ആൻ എപ്പിക് നോവൽ ഇൻ വേഴ്സ്, Things I Didn't Know I Loved, The Day Before Tomorrow. More points about him. Hikmat was a great champion of communism. Critics have compared him to Whitman. Hikmat's writing had the same revolutionary vigor as that of politics. Hikmat's poem that serve as a creating trend of revolutionary feelings among Turkish people. His poems are based on revolutionary themes. He died of heart attack in Moscow 1963. ഓക്കെ, ഹിക്മാത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തെ ക്രിറ്റിക് കമ്പയർ ചെയ്തത് അമേരിക്കൻ റൈറ്ററായ വിറ്റ്മാനോടാണ്, വാൾട്ട് വിറ്റ്മാനോടാണ് അദ്ദേഹത്തെ ക്രിറ്റിക്കുകൾ നിരൂപണം നടത്തുന്നവർ അദ്ദേഹത്തെ കമ്പയർ ചെയ്തത്. ഹിക്മാത്ത്സ് റൈറ്റിംഗ് ഹാഡ് ദ സെയിം റവല്യൂഷണറി വിഗർ ആസ് ദാറ്റ് ഓഫ് പൊളിറ്റിക്സ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ടായിരുന്നു, ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു ടച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളം കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, രാഷ്ട്രീയം പോലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ തെളിഞ്ഞു കാണാമായിരുന്നു. Hikmat's poem that served as a creating trend of revolutionary feelings among Turkish people. ടർക്കിഷ് പീപ്പിളിൻ്റെ ഇടയിലും ഒരു റവല്യൂഷണറി ഫീലിംഗ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഹിസ് പോയംസ് ആർ ബേസ്ഡ് ഓൺ റവല്യൂഷണറി തീംസ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ റവല്യൂഷണറി തീംസ് ഉൾപ്പെടുന്നതായിരുന്നു. അദ്ദേഹം അറ്റാക്കായിട്ട് മോസ്കോയിൽ വെച്ചിട്ട് 1963 മരണമടഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. These lines from your text: prison literature has emerged as a powerful giant with the increasing number of jailed dissidents. They are testimonies to the tenacity of the spirit of prisoners. As Ernest Hemingway declared in The Old Man and the Sea, man can be destroyed but not defeated. The poem reveals the unyielding prisoner's insatiable thirst for life. Abominably long years of imprisonment would normally depress a prisoner. Hikmat offers various ways to surmount the drudgery and suffocation. Having devised this defensive mechanism for survival during his 30-old years of imprisonment. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ടെക്സ്റ്റിൽ ഉള്ളതാട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു സ്ലൈഡാക്കിയ സമയത്ത്. ഓടല്ല, ഓൾഡ് ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, 30-old years of imprisonment. Okay, now let's explain. Prison literature has emerged as a powerful giant with the increasing number of jailed dissidents. ജയിലിലെ ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് വലിയ വലിയ എഴുത്തുകാരൊക്കെ ജയിലിൽ
വിട്ടത്. എഴുത്തുകാരായത് തന്നെ ചിലപ്പോൾ ജയിലിൽ നിന്നാവാം. അല്ലെങ്കിൽ എഴുത്തുകാർ ജയിലടക്കപ്പെടുമ്പോൾ അവിടെ നിന്നിട്ട് ഉയർന്നു വന്ന അവിടെ നിന്നിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ വിഭാഗം തന്നെയുണ്ട്. അതാണ് പ്രിസൺ ലിറ്ററേച്ചർ. അപ്പോൾ ദിസ് പോയം ഈസ് എ പാർട്ട് ഓഫ് പ്രിസൺ ലിറ്ററേച്ചർ, നോട്ട് ദി പോയിന്റ്. പ്രിസൺ ലിറ്ററേച്ചർ ഹാസ് എമർജ്ഡ് ആസ് എ പവർഫുൾ ജാൻർ വിത്ത് ഇൻക്രീസിങ് നമ്പർ ഓഫ് ജയിൽഡ് ഡിസിഡൻസ്. ജയിലിലുള്ള ആളുകൾ എണ്ണം കൂടി വരുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണ് പ്രിസൺ ലിറ്ററേച്ചർ. ഓക്കെ, ജയിലിൽ കിടക്കുന്ന ആളുകളുടെ തളരാത്ത, അവർക്ക് ശരിക്കും ആക്ച്വലി ജയിലിലെത്തിക്കഴിഞ്ഞാൽ തൂങ്ങി മരിക്കുകയായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ തോന്നിയേക്കാം. പക്ഷേ അവരുടെ തളരാത്ത മനസ്സിൻ്റെ ദൃസാക്ഷ്യങ്ങളാണ് ഈ കവിതകൾ അല്ലെങ്കിൽ ഈ പ്രിസൺ ലിറ്ററേച്ചർ അല്ലേ. അപ്പോൾ ദേ ആർ ടെസ്റ്റിമോണീസ് ടു ദ ടെനസിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ പ്രിസണേഴ്സ്. ഈ പ്രിസൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ടെസ്റ്റിമോണീസ് മീൻസ് അനുഭവ സാക്ഷ്യങ്ങളാണ്. ഈ പ്രിസണിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ലിറ്ററേച്ചർ അവരനുഭവിച്ച വേദനകളുടെ ദൃസാക്ഷ്യങ്ങളാണ്. ആ പ്രിസണേഴ്സിൻ്റെ സ്പിരിറ്റാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ടെസ്റ്റിമോണീസ് ടു ദ ടെനസിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ പ്രിസണേഴ്സിൻ്റെ സ്പിരിറ്റിൻ്റെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് പ്രിസൺ ലിറ്ററേച്ചറിലൂടെ നമുക്ക് തെളിയപ്പെടുന്നത്. ആസ് ഏണസ്റ്റ് ഹെമിംഗ്വേ ഡിക്ലയേഴ്സ് ഇൻ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ, മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. എന്താണ് കിഴവനും കടലും എന്ന് പറഞ്ഞ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കഥ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മനുഷ്യരെ ഇല്ലാതാക്കാം, മനുഷ്യരെ നശിപ്പിക്കാം, പക്ഷേ നെവർ ക്യാൻ ബി ഡിഫീറ്റഡ്, ഒരിക്കലും മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ സാഹിത്യ വരികൾ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ടാവാം. ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന വർക്കിൽ ഹെമിംഗ്വേ പറഞ്ഞതാണ് മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. ദ പോയം റിവീൽസ് ദ അൺഈൽഡിങ് പ്രിസണേഴ്സ് ഇൻസേഷ്യബിൾ തേഴ്സ്റ്റ് ഫോർ ലൈഫ്. ഈ ഒരു പോയത്തിൽ, ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പോയം തുറക്കുന്നത് അൺഈൽഡിങ് പ്രിസണേഴ്സ് ഇൻസേഷ്യബിൾ തേഴ്സ്റ്റ് ഫോർ ലൈഫ്, അവരുടെ അതിയായ ജീവിക്കാനുള്ള ദാഹമാണ് ഈ ഒരു കവിതയിൽ. തടവുകാരുടെ ജീവിക്കാനുള്ള അതിയായ ദാഹമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബോമിനബിളി ലോങ് ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് വുഡ് നോർമലി ഡിപ്രസ് എ പ്രിസണർ. വളരെ വിഷമകരമായിട്ട്, അബോമിനബിളി മീൻസ് എന്താണ്, വെരി ബാഡ്ലി നമുക്ക് പറയാൻ പറ്റും. ലോങ് ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്, വളരെ കാലത്തെ ആ ഒരു ജയിൽവാസം തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രിസണറിനെ ഡിപ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും എന്തായത് ഡിപ്രസ് ആവരുത് എന്നുള്ള ഉപദേശമാണ് നമ്മുടെ ഹിക്മാത്ത് ജയിലിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന advices. Okay, Hikmat offers various ways to surmount the drudgery and suffocation. ഹിക്മാത്ത് ആക്ച്വലി നമുക്കറിയാം ജയിൽ പുള്ളികൾക്ക് അല്ലെങ്കിൽ ജയിൽവാസികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, അവർക്ക് എന്താണ് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഒരിക്കലും വലിയ സുഖം ഉള്ള ജീവിതമല്ലല്ലോ, നമ്മുടെ ഫ്രീഡം അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും തൂക്കിക്കൊല്ലായിരുന്നു നല്ലത് എന്നൊക്കെ, നമ്മൾ സൂയിസൈഡ് ആയിട്ടുള്ള ചിന്തകൾ വരും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ ആ സമയത്ത് ഹിക്മാത്ത് അവർക്ക് കൊടുക്കുന്ന ഓഫേഴ്സ് ചെയ്യാണ് വേരിയസ് വേയ്സ് ടു സർമൗണ്ട് മീൻസ് ഓവർകം. ഹിക്മാത്ത് വേരിയസ് വേയ്സിൽ ഓവർകം ചെയ്യാനുള്ള ഇത് കൊടുക്കുകയാണ്. എന്തിന്? ഡ്രഡ്ജറി ആൻഡ് സഫൊക്കേഷൻ. ഡ്രഡ്ജറി മീൻസ് എന്താണ്? ഡിഫിക്കൽറ്റീസും സഫൊക്കേഷൻ വീർപ്പുമുട്ടലുകളൊക്കെ ഓവർകം ചെയ്യാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ലോങ് പീസ് ഓഫ് അഡ്വൈസ് ടു ദോസ് ഹു ആർ ഇൻ പ്രിസൺ. അല്ലേ, ഇത് ഹിക്മാത്ത് കൊടുക്കുന്ന പലതരത്തിലുള്ള അഡ്വൈസസ് ആണ് പ്രിസണിൽ ജീവിക്കുന്നവർക്ക്. ഹാവിങ് ഡിവൈസ്ഡ് ദീസ് ഡിഫെൻസീവ് മെക്കാനിസം ഫോർ സർവൈവൽ ഡ്യൂറിങ് ഹിസ് 30 old years ഓഫ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ഇദ്ദേഹം നൽകുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം, അല്ലേ, നമുക്കൊരു സംഗതിയിൽ നിന്നും അതിജീവിക്കാനുള്ള മെക്കാനിസമാണ് ഡിഫെൻസീവ് മെക്കാനിസം. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസം, സർവൈവ് ചെയ്യാനുള്ള ഡിഫെൻസീവ് മെക്കാനിസം അദ്ദേഹത്തിൻ്റെ ഇംപ്രിസൺമെൻറ്റിലൂടെ ആർജിച്ചതാണ്. അതിലൂടെയാണ് അദ്ദേഹം ഈ വായനക്കാർക്ക് ഈ ഒരു ഉപദേശം നൽകുന്നത്. Next, according to Hikmat, survival and endurance are powerful modes of protest that deprive the authorities the satisfaction latent in imprisonment. The poem unravels as long human piece of advice to fellow prisoners to endure and face the risk unflinchingly. They are advised not to contemplate suicide, to sustain their life, to preserve their voice, to engage their mind
relentlessly with literary pursuits, to laugh, to ignore painful losses, and not to succumb to the stultifying monotony. Okay, now let's explain. അക്കോർഡിംഗ് ടു ഹിക്മ, സർവൈവൽ ആൻഡ് എൻഡുറൻസ്, അതിജീവിക്കലും എൻഡുറ ചെയ്യുക, സഹനം ചെയ്യലുമാണ് പവർഫുൾ മോഡ് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള. ജയിൽവാസത്തിൽ നമ്മൾക്കുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള മാർഗം എന്താണ്? അതിജീവിക്കുക, സഹിച്ചിട്ട് അതിജീവിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഡിപ്രൈവ് ദ അതോറിറ്റീസ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ലൈറ്റൻഡ് ഇൻ ദ ഇംപ്രിസൺമെൻറ്റ്. നമ്മളെ ശത്രുക്കൾക്ക് ആക്ച്വലി നമ്മൾ അതിജീവിക്കുന്നത് കാണുമ്പോൾ എന്താണ്, അവർ ഡിപ്രൈവ് ആവും അല്ലേ. അപ്പോൾ നമ്മളെന്താണ് തീർച്ചയായിട്ടും അതിജീവിക്കണം ഇങ്ങനെയുള്ള വിഷമമുള്ള സാഹചര്യങ്ങൾ. ദ പോയം അൺട്രാവൽസ് ആസ് എ ലോങ് ഹ്യൂമൻ പീസ് ഓഫ് അഡ്വൈസ് ടു ഫെലോ പ്രിസണേഴ്സ്. അദ്ദേഹം എന്താണ് അൺട്രാവൽ ചെയ്യാണ്, അദ്ദേഹം തുറന്ന് കാണിക്കുകയാണ് ലോങ് ഹ്യൂമൻ പീസ് ഓഫ് അഡ്വൈസ്. അപ്പോൾ ആക്ച്വലി ദിസ് പോയം ഈസ് എ ലോങ് പീസ് ഓഫ് അഡ്വൈസ് ടു ദോസ് ഹു ആർ ഇൻ പ്രിസൺ അല്ലേ. അപ്പോൾ ടു എൻഡ്യൂർ, എന്താ അദ്ദേഹം പറയുന്നത്? ടു എൻഡ്യൂർ, സഹിക്കണം അല്ലേ. ആൻഡ് ഫേസ് ദ റിസ്ക് അൺഫ്ലിഞ്ചിങ്ലി, നമ്മളെല്ലാ റിസ്കുകളും ഒരു വിഷമവും ഇല്ലാതെ എന്ത് ചെയ്യണം? സഹിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത് അല്ലേ. എന്താണ്, ഒരു കോംപ്രമൈസും ഉണ്ടാകരുത്, ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദേ ആർ അഡ്വൈസ്ഡ് നോട്ട് ടു കണ്ടംപ്ലേറ്റ് സൂയിസൈഡ്, ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കരുത്. ടു സസ്റ്റെയിൻ ദെയർ ലൈഫ്, എന്താണ്, ജീവിതം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ടു പ്രിസർവ് ദെയർ വോയിസ്, നമ്മുടെ വോയിസ് സംരക്ഷിക്കണം. ടു എൻഗേജ് ദെയർ മൈൻഡ് റിലൻറ്റസ്ലി വിത്ത് ലിറ്റററി പേഴ്സ്യൂട്ട്, നമ്മുടെ മൈൻഡ് നമ്മുടെ വർക്കുകൾ തുടർച്ചയായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം. റെലൻറ്റസ്ലി, ഒരു വെറുപ്പില്ലാതെ ലിറ്റററി പേഴ്സ്യൂട്ട്, എഴുത്തുകളിലും വായനകളിലും ഒക്കെ മുഴുകണം. ധാരാളം എഴുത്തുപ്രതികൾ ഉണ്ടാക്കണം ജയിലിലിരുന്നിട്ട്, ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു ലാഫ്, ചിരിക്കണം അല്ലേ. ടു ഇഗ്നോർ പെയിൻഫുൾ ലോസസ് ആൻഡ് നോട്ട് ടു സക്കം ടു ദ സൾട്ടിഫൈങ് മൊണോട്ടണി, ഒരിക്കലും പെയിൻഫുൾ ആയിട്ടുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ എന്താണ്, കിരീടം എന്ന് പറഞ്ഞ ഫിലിമിൽ മോഹൻലാൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലവറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വളരെയധികം സംഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ ഏജ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. നമ്മളെ ലവേഴ്സ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് അവരെ വേറെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവാം അല്ലേ. അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ ഇഗ്നോർ ചെയ്തേക്ക്. നോട്ട് ടു സക്കംബ് ടു ദ സൾട്ടിഫൈങ് മൊണോട്ടണി, ഒരിക്കലും എന്ത് ചെയ്ത് ഇനീഷ്യേറ്റ് ആവണം, ഒരിക്കലും ഫെയിൽ ചെയ്യരുത്. എന്താണ് സക്കംബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫെയിൽ ആവരുത്, റെസിസ്റ്റ് ചെയ്യാൻ. നോട്ട് ടു സക്കംബ് മീൻസ് ഒരിക്കലും ഫെയിൽ ടു റെസിസ്റ്റ്, നിലനിൽക്കാൻ ഫെയിൽ ആവരുത്, ഒരിക്കലും നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കരുത്, നിലനിൽക്കാൻ നോക്കണം. ഇനീഷ്യേറ്റ്, സൾട്ടിഫൈങ്, ഇനീഷ്യേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഒരിക്കലും ജയിൽവാസമാണ് എന്ന് വെച്ചിട്ട് നമ്മളൊരു വിഷമത്തിൽ പെട്ട് കഴിഞ്ഞാലും ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലൈഫ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കുള്ളൂ എന്നൊക്കെയുള്ള എന്താണ് ലോട്ട് ഓഫ് അഡ്വൈസസ് ആണ് ഇവിടെ ഈ ഒരു കവിതയിലൂടെ നസീം ഹിക്മാത്ത് റീഡേഴ്സിന് കൊടുക്കുന്നത്. ആക്ച്വലി നമുക്കൊരു കാര്യം മനസ്സിലായി, ഹി മൈറ്റ് ബി എ പ്രിസണർ ഇൻ ഹിസ് പാസ്റ്റ് ലൈഫ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിൽ മൈറ്റ് ബി എ പ്രിസണർ, അദ്ദേഹം ഒരു പ്രിസണർ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അനുഭവ സാക്ഷ്യം ഇദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത്. ഹിക്മാത്ത് വാസ് ഇംപ്രിസൺഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ വ്യൂസ് വൈൽ ഹി വാസ് ലിവിങ് ഇൻ ടർക്കി. അദ്ദേഹം ജയിലടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ട് അദ്ദേഹം ടർക്കിയിൽ ജീവിച്ച സമയത്ത്. ഹെൻസ് ഹി ഹാഡ് ഫസ്റ്റ് ഹാൻഡ് നോളേജ് ടു ദ ഇമ്പാക്റ്റ് ഓഫ് പ്രിസൺ ഓൺ ദി ഇൻമേറ്റ്. അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് നോളേജ് തന്നെയുണ്ട് പ്രിസണിലുള്ള ആ ഒരു ലൈഫും പ്രിസൺ ജീവിതത്തിൻ്റെ ഇമ്പാക്റ്റിനെയും കുറിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ നസീം ഹിക്മാത്ത്. ഇൻ ദിസ് പോയം ഹി ടെൽസ് പീപ്പിൾ വൈ ടു ഓവർകം ദ ചാലഞ്ചസ് വൺ ഫേസസ് ഇൻ പ്രിസൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയിൽ അദ്ദേഹം ടെൽസ് പീപ്പിൾ, ജനങ്ങളോട് പറയുന്നു, റീഡേഴ്സിനോട് പറയുന്നു, വേസ് ടു ഓവർകം, ധാരാളം വഴികൾ ഓവർകം ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള, ദ ചാലഞ്ചസ് വൺ ഫേസസ് ഇൻ പ്രിസൺ, പ്രിസണിൽ അനുഭവിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വളരെയധികം മാർഗങ്ങളെപ്പറ്റി ഉപദേശിച്ചുകൊണ്ടാണ് നസീം ഹിക്മാത്ത് ഈ കവിത എഴുതുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ടു തിങ്ക് ദാറ്റ് ഡെത്ത് ഈസ് ബെറ്റർ ദാൻ പ്രിസൺ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ
വെച്ചാൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് മരണമാണ് പ്രിസണിനേക്കാളും നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രിസണിൽ നിന്നും ഒരു പോസിറ്റീവ് ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുമെങ്കിൽ അതാണ് മരണത്തെക്കാളും നല്ലത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം കോട്ട് ചെയ്തത് എന്താണ്? ഹെമിംഗ്വേ പറഞ്ഞത് അല്ലേ, മനുഷ്യനെ നശിപ്പിക്കാൻ സാധിച്ചേക്കാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹേണസ്റ്റ് ഹെമിംഗ്വേയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. Next, about the poem. The poem is extremely a kind of motivation. Actually, this poem is a kind of motivation. The author gave some advice to people, those who are in prison. Author വളരെയധികം അഡ്വൈസ് നൽകാണ് ജനങ്ങൾക്ക്, പ്രിസണിലുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാനായിട്ട്, അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ധാരാളം ഉപദേശങ്ങൾ നൽകാണ്. മേ ബി ഓതർ ഹാസ് അണ്ടർഗോൺ ദ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ പ്രിസണർ ഇൻ ഹിസ് ലൈഫ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ മേ ബി ഓതറിനുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ജീവിതത്തിൽ. ഉണ്ടായിരിക്കാം എന്നല്ല, ആക്ച്വലി ഉണ്ട് കേട്ടോ. ദാറ്റ് എക്സ്പീരിയൻസ് ഇൻസ്പയർഡ് ഹിം ടു റൈറ്റ് ദിസ് പോയം. ഈ ഒരു കവിത അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കവിത. ഏത്? സം അഡ്വൈസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ. ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പോം റിട്ടൺ ബൈ നസീം ഹിക്മാത്ത്. ഇറ്റ് ഈസ് എ ലോങ് പീസ് ഓഫ് അഡ്വൈസ് ടു ദോസ് ഹു ആർ ഇൻ പ്രിസൺ. ഇതൊരു ലോങ് പീസ് ഓഫ് അഡ്വൈസ് ആണ്. ആരാണ് പ്രിസണിലുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട്. നമുക്കൊരു ഫസ്റ്റ് സ്റ്റാൻസ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഹാവ് ദ പോം സം അഡ്വൈസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഹാങ്ഡ് ബൈ നെക്ക് യു ആർ ത്രോൺ ഇൻസൈഡ് for not giving up hope in the world, your country and people, if you do 10 or 15 years apart from the time you have left, you won't say, better I had sung from the end of the rope like a flag. ഓക്കെ, നൗ ലെറ്റ്സ് എക്സ്പ്ലെയിൻ. ജയിലിലുള്ളവർക്ക് കുറച്ച് ഉപദേശങ്ങൾ അല്ലേ, അവരുടെ ടൈം സെർവ് ചെയ്യുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാങ്ഡ് ബൈ ദി നെക്ക് യു ആർ ത്രോൺ ഇൻസൈഡ്. നിങ്ങൾ തൂക്കിക്കൊല്ലുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാങ്ഡ് ബൈ നെക്ക്, കഴുത്തിൽ നിങ്ങളെ തൂക്കിക്കൊല്ലുന്നതിനേക്കാളും നല്ലത് യു ആർ ത്രോൺ ഇൻസൈഡ്, നിങ്ങൾ അകത്തേക്കാണ് എറിയപ്പെട്ടത് എങ്കിൽ ഫോർ നോട്ട് ഗിവിങ് അപ്പ് ഹോപ്പ്, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. അപ്പം തൂക്കിക്കൊല്ലുന്നതല്ല നല്ലത്, ജയിലിലടക്കപ്പെടുകയാണ് നല്ലത്. നിങ്ങൾ തൂക്കിക്കൊല്ലുന്നതിന് പകരം നിങ്ങൾ ജയിലിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം എന്നാണ്. കാരണം ലോകവും രാജ്യവും ജനങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ അല്ലേ. ഇൻ ദി വേൾഡ് യുവർ കൺട്രി ആൻഡ് പീപ്പിൾ, നിങ്ങളുടെ ജനങ്ങളുണ്ട്, നിങ്ങളുടെ രാജ്യമുണ്ട്, ഈ ലോകം തന്നെയുണ്ട്. ഇഫ് യു ഡു 10 or 15 years, നിങ്ങൾ അങ്ങനെ ഒരു 10-15 വർഷം ജയിലിൽ ഇടുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ ടൈം യു ഹാവ് ലെഫ്റ്റ് അല്ലേ, ഈ ഒരു സമയത്ത് നിങ്ങൾ അത്രയും ടൈം അവിടെ ഇടുകയാണെങ്കിൽ യു വോണ്ട് സേ, നിങ്ങൾ ഒരിക്കലും പറയരുത് ബെറ്റർ ഐ ഹാഡ് സോങ് ഫ്രം ദി എൻഡ് ഓഫ് ഡ്രോപ്പ് ലൈക്ക് എ ഫ്ലാഗ്, ഒരു ഫ്ലാഗ് തൂങ്ങുന്നത് പോലെ ഞാൻ തൂങ്ങി മരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ. ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ അത്രയും കാലം അവിടെ നിൽക്കുകയാണെങ്കിലും ഒരിക്കലും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ സമയം കാണും. കാരണം ജയിലിൽ നിന്ന് വന്നിട്ടും വളരെ നല്ല ജീവിതം മേ ബി നിങ്ങൾക്കുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നെ തൂക്കിക്കൊല്ലുകയായിരുന്നു നല്ലത്, ജീവിക്കുന്നതിനാട്ടിലും നല്ലത് എനിക്ക് തൂക്കിക്കൊല്ലുകയായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അപ്പോൾ അൺവാണ്ടഡ് തോട്ട് ഷുഡ് ബി അവോയ്ഡഡ്, ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും വരും അല്ലേ, അൺവാണ്ടഡ് തിങ്കിങ് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിൽ ആ ഒരു സമയത്ത് വരും. പക്ഷേ ഒരിക്കലും അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യരുത്. അത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ എന്താവണം, ബി ഒപ്റ്റിമിസ്റ്റിക് അല്ലേ, ഒപ്റ്റിമിസ്റ്റിക് ആവണം, നവർ ബി പെസിമിസ്റ്റിക്. ഒരിക്കലും നമ്മുടെ ശുഭാപ്തി വിശ്വാസം നമ്മൾ കൈവെടിയരുത് എന്നാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സാരം എന്നാൽ ഡോണ്ട് ബി പെസിമിസ്റ്റിക് അബൌട്ട് യുവർ ലൈഫ് അല്ലേ, ഒരിക്കലും പെസിമിസ്റ്റിക് ആവരുത്. ആക്ച്വലി ഹാവിങ് വെരി ഒപ്റ്റിമിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂ വിത്ത് റിഗാർഡ് ലൈഫ് ആസ് എ പ്രിസണർ. ഇപ്പോഴും ഒരു പ്രിസണർ എന്ന നിലയ്ക്ക് ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ ദിസ് ഒപ്റ്റിമിസം വി ക്യാൻ സീ ത്രൂ ഔട്ട് ഇൻ ദ പോയം. ഈ ഒരു ഒപ്റ്റിമിസമാണ് ഈ ഒരു കവിതയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റുകൾ ഒരിക്കലും മറക്കരുത്. അദ്ദേഹം നസീം ഹിക്മാത്ത് ഒരു ടർക്കിഷ് പോയറ്റാണ്, ഫസ്റ്റ് മോഡേൺ ടർക്കിഷ് പോയറ്റ് എന്ന് അദ്ദേഹത്തെ
അറിയപ്പെടുന്നുണ്ട്, അദ്ദേഹത്തെ പറയപ്പെടുന്നുണ്ട് എന്താണ് ഫസ്റ്റ് ടർക്കിഷ് പോയറ്റ് ടു കോങ്കർ ദ ഹാർട്ട്സ് ഓഫ് ദി മോസ്റ്റ് കോമൺ പീപ്പിൾ. അദ്ദേഹം ഫസ്റ്റ് ടർക്കിഷ് പോയറ്റാണ്, ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ. പിന്നെ അദ്ദേഹം പ്രൂഫ് റീഡറാണ്, ജേർണലിസ്റ്റാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആരുമായിട്ടാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്തത്? വാൾട്ട് വിറ്റ്മാനുമായിട്ടാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലെ മെയിനായിട്ടുള്ള തീം എന്തായിരുന്നു? ഹിസ് പോയംസ് ആർ ബേസ്ഡ് ഓൺ റവല്യൂഷണറി തീംസ് അല്ലേ. ഹിക്മാത്തിൻ്റെ റൈറ്റിംഗ്സ് ഹാഡ് ദ സെയിം റവല്യൂഷണറി വിഗർ ആസ് ദാറ്റ് ഓഫ് പൊളിറ്റിക്സ്. പിന്നെ ഒരു പ്രിസൺ ലിറ്ററേച്ചർ കവിതയാണിത്, പ്രിസണിൽ നിന്നും എമർജ് ചെയ്യുന്നത് അല്ലേ. പ്രിസൺ ലിറ്ററേച്ചർ എമർജ്ഡ് ആസ് എ പവർഫുൾ റാൻഡ് വിത്ത് ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് ജയിൽഡ് ഡിസിഡൻസ്. അതിൽ നിന്നാണ് ഇത് ഉണ്ടായത്. പിന്നെ കാര്യമായിട്ട് ഇതിൽ ഇത്രയും പോയിൻറ്റ്സൊക്കെയാണ് ഇൻട്രൊഡക്ഷനിലുള്ളത്. നെക്സ്റ്റ്, now I stop here. The remaining lines we will discuss in the next class. Thank you.